കേരളത്തിന്റെ ദത്തുപുത്രി ഇനി ഇന്ത്യക്ക് സ്വന്തം. കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ പെപിത സേത്ത് ഇനി ഇന്ത്യക്ക് സ്വന്തം. കളക്ട്രേറ്റിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പെപിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ആനയെയും പൂരത്തെയും കാവിനെയും കേരള സംസ്കാരത്തെയും കലയെയും ഹൃദയത്തോട് ചേർത്തുപിടിച്ച പെപിത സേത്തിന് ഇത് അഭിമാന നിമിഷം. തന്റെ 84-ാം വയസ്സിൽ ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെപിത സേത്ത് പറഞ്ഞു. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെപിതയുടെ ആഗ്രഹത്തിന് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായി. പൗരത്വരേഖ കൈമാറ്റത്തെ അപൂർവമായ നിമിഷമെന്നാണ് ജില്ലാ കളക്ടർ വിശേഷിപ്പിച്ചത്. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡും ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയായി. കേരള സംസ്കാരത്തെയും കലയെയും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാണിച്ച പെപിതയെ 2012-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന അമ്മയുടെ മുത്തച്ഛന്റെ ഡയറിയിൽ നിന്ന് ഇന്ത്യയെ അറിഞ്ഞ പെപിത തന്റെ 27-ാമത്തെ വയസ്സിലാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തേടിയിറങ്ങുന്നത്. ഫോട്ടോഗ്രഫിയെയും എഴുത്തിനെയും ഏറെ സ്നേഹിച്ച പെപിതയ്ക്ക് തൃശൂർ പിന്നെ ജന്മനാടിനെ വെല്ലുന്ന പോറ്റമയായി. മദപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ പെപിത പകർത്തിയ അപൂർവ ചിത്രം ലോക ശ്രദ്ധ നേടി. 1981-ൽ ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതിയും പെപിത നേടിയെടുത്തു. ആറ്റൻബറോയുടെ ഗാന്ധി എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഷൻ സേത്തായിരുന്നു പെപിതയുടെ ജീവിത പങ്കാളി. താൻ ഏറെ സ്നേഹിച്ച നാട് തന്റെ മകളായി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് പെപിത സേത്ത്. താൻ എഴുതിയ ഇൻ ഗോഡ്സ് മിറർ ദ തെയ്യംസ് ഓഫ് മലബാർ എന്ന പുസ്തകം ജില്ലാ കളക്ടർക്ക് സമ്മാനിച്ചാണ് പെപിത സേത്ത് കളക്ടറേറ്റിൽ നിന്ന് മടങ്ങിയത്. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷനാണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ സാധാരണ രജിസ്ട്രേഷനാണ് തരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ് എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. ഇപ്പം മാഡം 2024-ലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്.